ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഒരു എപ്പിസോഡ് സീസൺ 3 ഒരു എപ്പിസോഡാണ്. 70th എപ്പിസോഡാണെന്ന് തോന്നുന്നു. ആ ഒരു എപ്പിസോഡില് മണിക്കുട്ടനെ ലാലേട്ടൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് എന്താ പറയുക, വളരെ നമുക്കൊക്കെ സഹതാപം തോന്നുന്ന ലെവലിലുള്ള വഴക്കുകൾ ലാലേട്ടൻ മണിക്കുട്ടനെ പറഞ്ഞു. അപ്പൊ അന്ന് അത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കൊക്കെ ഉള്ളിൽ ഒരു വിങ്ങലായിട്ട് മണിക്കുട്ടനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് മുന്നോട്ട് വന്നു. അതേപോലെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയത്. ഷാനവാസിനെ ആ രീതിയിലാണ് ലാലേട്ടൻ ഇന്ന് വലിച്ചു കീറി ഒട്ടിച്ചത്. അത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഇപ്പൊ ടാസ്ക് കൊളവാക്കാൻ നോക്കുന്നതാണെങ്കിലും ഈ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു കളിയാണെങ്കിലും ഷാനവാസിന്റെ ഓരോ ഉടായ്പകളും തുറന്നു കാണിച്ച് ലാലേട്ടൻ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഷാനവാസിനോട് പ്രതികരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. അത് മണിക്കുട്ടനോട് വന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ ഒരു കാര്യം, സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പം സാമ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും അഭിനേതാവ് ഇന്നും അഭിനേതാവ്, ലാലേട്ടനെ വളരെയേറെ ആരാധിക്കുന്ന രണ്ടുപേര്. അപ്പൊ പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു സിമ്പതി ജനറേറ്റ് ചെയ്തെടുക്കുക, ഒരു ഓഡിയൻസ് ഗെയിം ആ രീതിയിൽ ഡെവലപ്പായി വരിക, അതാണ് ഇവർ ഉദ്ദേശിച്ചത്. ലാലേട്ടനെ കൊണ്ട് ഈ രീതിയിൽ റോസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിച്ചതാണ്. ഇന്ന് പ്രോമോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് അനീഷിനെ ആയിരിക്കും ഈ രീതിയിൽ നാമാവിശിഷ്ടമാക്കാൻ പോകുന്നതെന്ന് ഓർത്തു. വലിച്ചു കീറി ഒട്ടിക്കാൻ പോകുന്ന അനീഷിനെ ആയിരിക്കും എന്നാണ് ഓർത്തത്. പക്ഷെ എപ്പിസോഡ് വന്നപ്പോൾ അതിന് വിപരീതമായിട്ട് ഷാനവാസിനെയാണ് അവർ ഫോക്കസ് ചെയ്ത് റോസ്റ്റ് ചെയ്തത്. ഷാനവാസ് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നുണ്ട്. കലിപ്പ് വന്നിട്ട് പുള്ളിക്ക് ഇങ്ങനെ തരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അന്ന് മണിക്കൂട്ടൻ ഇമോഷണൽ ആവുകയാണ് ചെയ്തത്, കരയുകയാണ് ചെയ്തത്. പക്ഷെ ഇന്ന് ഷാനവാസ് ഇമോഷൻസ് ഏകദേശം ഒരേ രീതിയിലൊക്കെ തന്നെയായിരുന്നു. കാരണം ഇങ്ങനെ ലാലേട്ടൻ ഇത്രയും വലിയൊരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് നമ്മളെ വഴക്ക് പറയുമ്പോൾ നമുക്ക് ആ രീതിയിലാണ് തോന്നുക. പക്ഷെ ഷാനവാസ് ഇങ്ങനെ വളരെ എന്താ പറയുക, കലിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് അക്ബർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലും അല്ലെ ആര്യം പറയുമ്പോഴാണെങ്കിലും ഒക്കെ ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് കണ്ടപ്പോൾ തോന്നി. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒബ്വിയസ്ലി പ്രേക്ഷകരായിട്ടുള്ള വലിയൊരു വിഭാഗം ആളുകൾക്കും ഇത്രക്കൊക്കെ വേണമായിരുന്നോ നമുക്ക് തോന്നിയേക്കാം. അങ്ങനെ തോന്നാൻ വേണ്ടി തന്നെയാണ് ലാലേട്ടനെ കൊണ്ട് അത്രയും പറയിപ്പിച്ചത്. അപ്പൊ അങ്ങനെ തോന്നാൻ വേണ്ടി തന്നെയാണ് പറയിപ്പിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഷാനവാസിന്റെ ഓഡിയൻസ് ഗെയിം ഒന്ന് ഡൗൺ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഗെയിം ബിഗ് ബോസ് ടീം കളിച്ച് അനീഷിനെ മറികടക്കാനായിട്ട് ഷാനവാസിനൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് കണ്ടപ്പോ. അത് അന്ന് സീസൺ 3 മണിക്കൂറിൽ ഉണ്ടാക്കി കൊടുത്ത പോലത്തെ ഒരു സ്പേസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഷാനവാസ് ഇതുകൊണ്ടൊന്നും തളർത്തുന്നുമില്ല. പക്ഷെ ഷാനവാസിനെ കുറെ കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിപാടി. കാരണം ഇവർക്കിപ്പം ഷാനവാസിനെ വിന്നർ ആക്കുവാണെങ്കിലും ഒരു പ്രസന്റബിൾ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്, അഭിനേതാവാണ്. ഷോ കഴിഞ്ഞിട്ടും ഒരു സെല്ലിംഗ് പോയിന്റ് ഉണ്ട്. ഷാനവാസ് എന്ന് പറയുന്ന ഒരു സെല്ലിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഷാനവാസിനെ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്നുള്ളത് ഏത് കുഞ്ഞു കുട്ടിക്കും കാണുന്ന സമയത്ത് മനസ്സിലാവും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അനീഷിനെ പിന്നെ ഒരുപാട് വലിച്ചു വാരി വഴക്ക് പറയുന്നതായിട്ട് ഒന്നും കണ്ടില്ല. പറയേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ലാലേട്ടൻ കൺവേ ചെയ്തു. അനീഷും അതിനുള്ള ക്ലാരിഫിക്കേഷൻ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തു എന്നാണ് എനിക്ക് തോന്നിയത് കണ്ട സമയത്ത്. അല്ലാതെ ഒരുപാട് വലിച്ചു കീറി ഒട്ടിക്കുന്ന ലെവല് റോസ്റ്റിംഗ് പരിപാടിയൊന്നും അനീഷിനെ ചെയ്തില്ല. ഷാനവാസിനെയാണ് അത് ചെയ്തത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കണ്ട സമയത്ത്. പ്രേക്ഷകർ അഭിപ്രായങ്ങള്, വിലയേറിയ അഭിപ്രായങ്ങള് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതിപ്പോ എന്തു തന്നെയാണെങ്കിലും, എന്നെ തെറി വിളിക്കാൻ വന്നവരാണെങ്കിലും അതങ്ങ് കമന്റിൽ അങ്ങ് ഇട്ടേര്.